ആമേഴഞ്ചാൻതോട്ടിലെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മേയർ ഇപ്പോൾ പ്രതികരിക്കുകയാണ് തത്സമയത്തിലേക്ക്. കൃത്യമായി നിരന്തരമായ ഫോളോ അപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ടെൻഡർ നടപടിയിലേക്കെങ്കിലും റെയിൽവേക്ക് പോകാൻ വേണ്ടി സാധിച്ചത്. അതോടൊപ്പം തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെ ഭാഗമായി ബഹുമാന്യനായ കളക്ടറും അതിൽ ഉത്തരവ് പുറപ്പെടുവിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് റെയിൽവേ വന്നത്. റെയിൽവേയോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. റെയിൽവേ പറയുന്നത് റെയിൽവേയുടെ മാലിന്യങ്ങൾ അവർക്ക് സംസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ട് എന്നവർ പറയുന്നു. അത് തെളിവ് സഹിതം കാണിക്കാൻ റെയിൽവേ തയ്യാറാണോ? രണ്ടു തരം മാലിന്യങ്ങളുണ്ടല്ലോ, ഒന്ന് സോളിഡ് വേസ്റ്റ് ആണ്. ഇന്നലെ നമുക്കറിയാം, മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിന്റെ അവിടെ നമ്മൾ ആ റോബോട്ടിക് മിഷൻ വെച്ച് ആ മാൻഹോൾ തുറന്ന് പരിശോധിക്കുമ്പോൾ റെയിൽ നീർ എന്ന് പറയുന്ന റെയിൽവേയുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള കുപ്പിവെള്ളത്തിന്റെ കുപ്പിയടക്കം, ആ മിനറൽ വാട്ടറിന്റെ കുപ്പിയടക്കമാണ് നമ്മുടെ എല്ലാവരുടെയും കൺമുന്നിൽ നിന്ന് അത് എടുത്തു മാറ്റുന്ന കാഴ്ച നമ്മൾ കണ്ടത്. അത് പുറത്തുനിന്ന്, ഈ റെയിൽവേ സ്റ്റേഷന് പുറത്തുനിന്ന് അല്ലെങ്കിൽ ഈ ട്രെയിനിന് പുറത്തുനിന്ന് മറ്റേതെങ്കിലും സ്ഥലത്ത് നഗരസഭയുടെ പരിധിയിൽ പോയി വാങ്ങി ഇവിടെ കൊണ്ട് കളയാൻ എന്തായാലും നമുക്ക് പറ്റില്ലല്ലോ. അല്ലെങ്കിൽ ആമേഴഞ്ചൻതോട് ഒഴുകി വരുന്ന ഏതെങ്കിലും പ്രദേശത്ത് റെയിൽ നീർ എന്ന് പറയുന്ന പാനീയം വാങ്ങി അവിടെ നിന്ന് കുടിച്ചതിന് ശേഷം ആമേഴഞ്ചൻതോടിലേക്ക് വലിച്ചെറിയാൻ കഴിയില്ലല്ലോ. അപ്പൊ ഇതൊരു ബോധപൂർവമായി റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് മാലിന്യ സംസ്കരണ രംഗത്ത് ഒരു ഇടപെടലും നടത്താതെ അതിന് പകരം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, ഇത്തരം ഈ ജലാശയങ്ങൾ അത് വൃത്തിഹീനമാക്കുന്നതിന് അവരുടെ ഭാഗത്തു നിന്ന് നടപടികൾ ബോധപൂർവമായി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള പരിശോധന അടക്കം നഗരസഭ ചെയ്യും. ഞാൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഇപ്പൊ സോളിഡ് വേസ്റ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഈ ലിക്വിഡ് വേസ്റ്റ് ഉണ്ടല്ലോ, ഇപ്പോൾ നമുക്കറിയാം, നമ്മളെല്ലാവരും റെയിൽവേ സ്റ്റേഷനകത്ത് പലതവണയായി വന്നു പോകുമ്പോൾ ട്രെയിൻ കഴുകിയ മാലിന്യം അടക്കം, അതായത് വാഷ് ചെയ്യുന്ന മാലിന്യം അടക്കം, ഫീക്കൽ വേസ്റ്റ്, മനുഷ്യ വിസർജ്യം അടക്കമുള്ള മാലിന്യങ്ങൾ സംസ്കരിക്കാൻ ETPO, STPO അടക്കമുള്ള ഏതെങ്കിലും സംവിധാനം ഈ തിരുവനന്തപുരത്ത് റെയിൽവേക്ക് കാണിച്ചു തരാൻ വേണ്ടി പറ്റുമോ? ഇനി കുറച്ചു ദിവസം മുന്നേ കൂടുതൽ വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നു. രശ്മി, അല്പം മുൻപാണ് അഡീഷണൽ ഡിവിഷണൽ റെയിൽവേ മാനേജർ വ്യക്തമാക്കിയത് നഗരസഭയുടെ ഭാഗത്തു നിന്നും യാതൊരു വിധത്തിലുള്ള നടപടികളും ഉണ്ടായിട്ടില്ല, റെയിൽവേയെ പഴിചാരുന്നത് തെറ്റാണ് എന്ന തരത്തിൽ. ഇപ്പോൾ മേയർ പറയുന്നത് റെയിൽവേയുടെ ഭാഗത്തു തന്നെയാണ് ഈ മാലിന്യ നീക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അനാസ്ഥ വന്നത് എന്നാണ്. വകുപ്പുകൾ പരസ്പരം പഴിചാരുകയാണ്. തീർച്ചയായും അത്തരത്തിൽ വകുപ്പുകൾ പരസ്പരം പഴിചാരുകയാണ്. അസിസ്റ്റന്റ് റെയിൽവേ ഡിവിഷണൽ മാനേജർ വിജി നേരത്തെ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോൾ പറഞ്ഞൊരു കാര്യം, മാലിന്യം നീക്കം ചെയ്യേണ്ടതിന്റെ ഉത്തരവാദിത്വം അത് നഗരസഭയ്ക്ക് തന്നെയാണ്. റെയിൽവേ രക്ഷാദൌത്യത്തിന് എല്ലാ തരത്തിലുള്ളൊരു പിന്തുണയും റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ടണലിന്റെ അകത്തെ മാലിന്യം നീക്കം ചെയ്യേണ്ടത് നഗരസഭയാണ്. നഗരസഭയാണ് അത്തരം നടപടികൾ പൂർത്തീകരിക്കേണ്ടത്. റെയിൽവേയുടെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ളൊരു വീഴ്ചയും ഉണ്ടായിട്ടില്ല. ട്രെയിനിലെ മാലിന്യങ്ങൾ തോട്ടിലേക്കല്ല ഒഴുക്കുന്നത്. കാരണം മേയർ ആര്യ രാജേന്ദ്രൻ നേരത്തെ തുടക്കം മുതൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ മാലിന്യങ്ങൾ കുമിഞ്ഞു കൂടിയിരിക്കുന്നത് ട്രെയിൻ കഴുകുമ്പോഴും മാത്രമല്ല ട്രെയിനിലെ എല്ലാ വേസ്റ്റുകളും നിക്ഷേപിക്കുന്നത് ഈ ഒരു തോട്ടിലേക്കാണ് എന്നുള്ളതായിരുന്നു മേയർ ആര്യ രാജേന്ദ്രന്റെ ആരോപണം. അത് ഇത്തരത്തിൽ അസിസ്റ്റന്റ് റെയിൽവേ ഡിവിഷണൽ മാനേജർ നിഷേധിക്കുകയുണ്ടായി. അവർക്ക് പ്രത്യേക സംവിധാനമുണ്ട്. അതായത് ഈ വെള്ളം മാത്രമാണ് ഒഴുക്കി വിടുന്നത്, മറ്റെല്ലാം മറ്റ് ഒരു വഴി കൂടിയാണ് ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത്. അതിന് പ്രത്യേക സംവിധാനമുണ്ട് എന്നുള്ളത് വ്യക്തമാക്കിയുണ്ട്. മാത്രമല്ല 2015-ലും 2017-ലും 2019-ലും നഗരസഭയാണ് ഇത്തരത്തിൽ ഈ ഒരു ശുചീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടത്തിയത്. ഇത്തവണ കോർപ്പറേഷൻ അസൗകര്യം പറഞ്ഞപ്പോൾ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഏറ്റെടുത്തത് എന്നുള്ളതും കൃത്യമായി റെയിൽവേയുടെ ഡിവിഷണൽ മാനേജർ പറയുകയുണ്ടായി. റെയിൽവേയുടെ ഖരമാലിന്യം തോട്ടിലേക്ക് കളയുന്നില്ല, വെള്ളം മാത്രമാണ് നിലവിൽ ഒഴുക്കി വിടുന്നത്. ടണൽ വൃത്തിയാക്കാൻ കോർപ്പറേഷൻ അനുമതി ആവശ്യപ്പെട്ട് ഒരു തവണ പോലും കത്ത് നൽകിയിട്ടില്ല. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മേയർ ആര്യ രാജേന്ദ്രൻ ആദ്യം മുതൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യം ഇതാണ്. ഈ റെയിൽവേ ഈ ഒരു ടണൽ വൃത്തിയാക്കാൻ കോർപ്പറേഷൻ കത്ത് നൽകി, പലതവണ കത്ത് നൽകിയിട്ടും ആ കത്ത് നൽകിയിട്ട് അതിൽ ഒരു തവണ പോലും അനുവാദം ചോദിച്ച് ആ ഒരു കത്ത് നൽകി എന്നുള്ളത് പൂർണ്ണമായും തെറ്റാണ്. അത്തരത്തിലുള്ളൊരു കത്ത് റെയിൽവേക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മേയർ ആര്യ രാജേന്ദ്രൻ റെയിൽവേയുടെ ഡിവിഷണൽ മാനേജർ പറഞ്ഞൊരു കാര്യം. അപ്പോൾ വീണ്ടും തിരിച്ച് മേയർ ഇപ്പൊ പറയുന്നത് ഞാൻ അങ്ങനെ കത്ത് നൽകി എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ വാദത്തിൽ നിന്നും തടിയൂരാനുള്ളൊരു ശ്രമമാണ് മേയർ ആര്യ രാജേന്ദ്രന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഏതായാലും പരസ്പരം പഴിചാരുന്നത് തുടരുന്നത്. തീർച്ചയായും മാലിന്യം നീക്കം ചെയ്യുക എന്നുള്ളത് നഗരസഭയുടെ ഉത്തരവാദിത്തമാണ്. നമുക്ക് നേരത്തെയും അറിയാം, മുൻ വർഷങ്ങളിലൊക്കെ 2015, 2017, 2019 ഈ വർഷങ്ങളിലൊക്കെ തന്നെ നഗരസഭയാണ് ഈ ഒരു മാലിന്യം നീക്കം ചെയ്യുന്ന നടപടികൾ ചെയ്യേണ്ടിയിരുന്നത്. അതിൽ ഗുരുതരമായിട്ടുള്ള അനാസ്ഥയുണ്ടായിട്ടുണ്ട്. സർക്കാർ സംവിധാനങ്ങൾ അമ്പേ പരാജയമാണ് എന്നുള്ളത് നമുക്ക് മുൻകാലങ്ങളിലുള്ള കാര്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാം മനസ്സിലാവും. നഗരസഭ പല പദ്ധതികളാണ് നഗരത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടി പ്രഖ്യാപിക്കുന്നത്. പക്ഷെ ആ പദ്ധതികളിൽ ഒന്നും
ശ്രമങ്ങൾക്ക് പോലും ഫലം കാണുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അല്ലെങ്കിൽ അതിന്റെ ഫണ്ടുകൾ വകയെത്തിയതിനു ശേഷം പിന്നീട് മറ്റു പ്രവർത്തനങ്ങളിലേക്ക് ഒന്നും തന്നെ കടക്കുന്നില്ല എന്നുള്ളതാണ്. സ്മാർട്ട് സിറ്റി പദ്ധതി വലിയ രീതിയിൽ അഭിമാന പദ്ധതിയായിട്ടൊക്കെ കൊണ്ടുവന്നതാണ്. പക്ഷെ അത് കൊണ്ടുവന്നതിന് ശേഷം നഗരം മുഴുവൻ വലിയ ഗർത്തങ്ങൾ ഉണ്ടാക്കുന്നു. ആ ഗർത്തങ്ങളിലെല്ലാം വെള്ളം നിറയുന്നു, മാലിന്യങ്ങൾ നിറയുന്നു എന്നല്ലാതെ ആ പദ്ധതി ഒരു രീതിയിലും മുന്നോട്ട് പോയിട്ടില്ല. ഓപ്പറേഷൻ അനന്ത അത് അതിന്റെ രണ്ടാം ഘട്ടം പിണറായി സർക്കാർ നിർത്തിവെച്ചതൊക്കെ വലിയ രീതിയിലുള്ള തിരിച്ചടിയായി. നഗരസഭ തന്നെ ജലവിഭവ വകുപ്പും നഗരസഭയും ഒക്കെ തന്നെ 25 കോടിയുടെയും 30 കോടിയുടെയും പദ്ധതികൾ പ്രഖ്യാപിക്കുകയുണ്ടായി. ആ പദ്ധതികളൊന്നും തന്നെ ഫലം കണ്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് തന്നെയാണ് ഒരാളുടെ ജീവന് ഈ ഒരു അപകടപ്പെടുത്തിയതിന് കാരണം എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത്. ഏതായാലും രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ഫോഴ്സിൽ ഒരു ഭാഗത്തു നിന്നും വെള്ളം പമ്പ് ചെയ്ത് മറുവശത്തേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഫോഴ്സ് ചെയ്ത് പമ്പിൽ ഈ വെള്ളം പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഈ മാലിന്യങ്ങൾ കൂടി അതോടൊപ്പം ഒഴുകി വരും. അതിൽ എവിടെയെങ്കിലും ജോയി കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ കണ്ടെത്താനാകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണുള്ളത്. കുറച്ച് സമയമായി ഇതിന്റെ ഒരു പമ്പിങ് നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ചില സാങ്കേതിക പ്രശ്നങ്ങൾ നേരിട്ടത് കൊണ്ടാണത് നിർത്തിവെച്ചത്. ഇനി 7:30യോടുകൂടി നേവിയുടെ പ്രത്യേക സംഘം ഇവിടേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ നിലവിൽ അഗ്നിരക്ഷാസേന, NDRFന്റെ ടീം, ശുചീകരണ തൊഴിലാളികൾ, പോലീസ്, ഇത്തരത്തിൽ എല്ലാ വിഭാഗക്കാരും സംയുക്തമായി തന്നെയാണ് രക്ഷാപ്രവർത്തനം അതെ, രശ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ രക്ഷാപ്രവർത്തനം സമാനതകളില്ലാതെ തന്നെ തുടരുകയാണ്. പക്ഷേ ഇവിടെ നഗരസഭയുടെ കെടുകാര്യസ്ഥത എടുത്തു പറയാതിരിക്കാൻ വയ്യ. എന്തായാലും അതിപ്പോൾ റെയിൽവേയുടെ തലയിൽ ചാരി രക്ഷപ്പെടാനുള്ള തന്ത്രം തന്നെയാണ് മേയർ അടക്കം മന്ത്രിയും ഒക്കെ തന്നെ ശ്രമിക്കുന്നത്. തങ്ങൾ കൃത്യമായി ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോൾ വർഷങ്ങളായി അടിഞ്ഞു കിടക്കുന്ന മാലിന്യം നഗരഹൃദയത്തിലൂടെ പോകുന്ന ആമയിഴഞ്ചാൻ തോട്ടിലുള്ളത് നഗരസഭയുടെ അനാസ്ഥ കൊണ്ട് തന്നെ എന്നുള്ളത് പൊതുജനങ്ങൾക്കും വ്യക്തമാണ്. എന്തായാലും ഇനിയിപ്പോൾ 7:30യോടുകൂടി നാവികസേന എത്തും. രക്ഷാദൌത്യത്തിന്റെ ഒരു രണ്ടാം ഘട്ടം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിനുള്ള തുടർ നടപടികൾ ഏതു രീതിയിലായിരിക്കും പുരോഗമിക്കുക? അവർ വന്നതിന് ശേഷമുള്ള കൂടിയാലോചനകൾക്ക് സമയമെടുക്കുമോ? അതുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ. 7:30 ശേഷം, അതായത് അവർ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നും സംഘം പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ അറിയാൻ കഴിയുന്ന ഒരു കാര്യം. ഏതായാലും രാത്രിയോടുകൂടി അവർ ഇവിടെ എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ വന്നതിന് ശേഷം ആ ഒരു ടെക്നോളജി അവരുടെ കൈപ്പക്കലുള്ള 6 പേരാണ് എത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ 6 പേർ മാത്രമാണ് എത്തുന്നതെങ്കിൽ പോലും അവരുടെ സാങ്കേതിക വിദ്യ, അവരുടെ ഒരു ടെക്നോളജി ഏത് രീതിയിലാണെന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിൽ പ്രതീക്ഷയുണ്ട്. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. എന്തായാലും നിലവിലുള്ള രക്ഷാപ്രവർത്തനം ഒന്നും തന്നെ നിർത്തിവെച്ചിട്ടില്ല. അവർ ഇപ്പോഴും തന്നെ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഒരിക്കലും ഈ രക്ഷാപ്രവർത്തനത്തെ കുറിച്ച് കാണാനും കഴിയില്ല. കാരണം കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ രാവിലെ 10 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. 11:30യോടുകൂടി തെരച്ചിൽ ആരംഭിച്ചു. അപ്പോൾ മുതൽ ഈ മാലിന്യം നിറഞ്ഞു കിടന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായി ഉണ്ടായിരുന്നത്. ആ മാലിന്യം നീക്കം ചെയ്തത് വളരെ ശ്രമകരമായിട്ടുള്ള ജോലിയായിരുന്നു. ആളുകൾ നീക്കം ചെയ്തിട്ട് കഴിയാത്തത് കൊണ്ട് തന്നെ JCB ഉപയോഗിച്ച് മാലിന്യം നീക്കം ചെയ്തു. ഈ ഒരു ടണലിന് 117 മീറ്ററാണ് നീളം ഉള്ളത്. അതിന്റെ ഒരു ആദ്യഘട്ടം പൂർണ്ണമായും പരിശോധിച്ചു കഴിഞ്ഞു. അത് ഒരൊറ്റ പകൽ കൊണ്ടവർ പരിശോധിച്ചു കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായും ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നവർ കൃത്യമായി തന്നെ ആ ഒരു പരിശോധനയൊക്കെ അവർ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഇതിന്റെ മുകൾ ഭാഗം മുഴുവൻ അവർ പരിശോധിച്ചു കഴിഞ്ഞു. സ്കൂബ ഡൈവ് ചെയ്യുന്ന സംഘത്തിന് ഇതിനകത്തേക്ക് കയറുക എന്നുള്ളത് തന്നെ വളരെ ശ്രമകരമായിട്ടുള്ള ജോലിയായിരുന്നു. കാരണം മാലിന്യം അത്ര കണ്ട് അടിഞ്ഞു കൂടി ഒരു പാറക്കല്ല് പോലെ വളരെ പാളിയായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനകത്തേക്ക് കയറി തിരയുക എന്നുള്ളത് തന്നെ നമുക്ക് അവർ താഴോട്ട് ഇറങ്ങുന്നത് മാത്രമേ കാണാൻ കഴിയുള്ളൂ. അതിനകത്ത് കയറിയിട്ടുള്ള ആ ഒരു ദുർഗന്ധം, മെഡിക്കൽ മാലിന്യങ്ങളുണ്ട്, പ്ലാസ്റ്റിക് മാലിന്യങ്ങളുണ്ട്, അറവ് മാലിന്യങ്ങളുണ്ട്, ഡ്രൈനേജ് ഉണ്ട്. ഇത്തരത്തിൽ എല്ലാ മാലിന്യം അതിനിടയിൽ കൂടിയാണ് അവർ അത്രത്തോളം ശ്രമകരമായി തിരച്ചിൽ നടത്തിയത്. അതിനുശേഷം ഈ സംഘം തിരിച്ചു കയറുകയാണ് ഉണ്ടായത്. ആ ഒരു 117 മീറ്ററിന്റെ ആ പുറം ഭാഗം മുഴുവൻ അവർ പരിശോധിച്ചു കഴിഞ്ഞു. അവരെവിടെയും ജോയിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഏറെ വിഷമകരമായിട്ടുള്ള സങ്കടം ഉള്ള ഒരു കാര്യം തന്നെയാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ വെള്ളം പമ്പ് ചെയ്യുന്ന നടപടികളിലേക്ക് കടന്നത്. ആ വെള്ളം ഒരു ഭാഗത്തു നിന്ന്, അതായത് ജോയി എവിടെയാണോ അപകടം സംഭവിച്ചത് ആ ഭാഗത്തു നിന്നും മറുവശത്തേക്ക് വളരെ ഫോഴ്സിൽ കൂടുതൽ പമ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് വളരെ ഫോഴ്സിൽ ഈ വെള്ളം മറുവശത്തേക്ക് പമ്പ് ചെയ്ത് വിടുകയാണ് ഇപ്പോൾ നിലവിൽ ചെയ്യുന്ന ഒരു കാര്യം. അതിന്റെ ഒഴുക്ക് കൂടുതൽ സുഗമമാകുന്നതോടുകൂടി വേസ്റ്റ് മറ്റൊരു വശത്തേക്ക് വരുമ്പോൾ ഇതിൽ എവിടെയെങ്കിലും ജോയി കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ കണ്ടെത്താനാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് നിലവിൽ ഉള്ളത്. ഇടയ്ക്ക് ഈ പമ്പിങ് നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ചില പ്രശ്നങ്ങൾ നേരിട്ടതുകൊണ്ട് വീണ്ടും അതിപ്പോൾ പുനരാരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും നേവിയുടെ സംഘം കൂടി അല്പസമയത്തിനകം ഇവിടേക്ക് എത്തും. നിലവിൽ ഇപ്പോൾ NDRF, അഗ്നിരക്ഷാ സേനയുടെ ഉദ്യോഗസ്ഥർ, സ്കൂബ ഡൈവിംഗിന്റെ ഉദ്യോഗസ്ഥർ, നഗരസഭ,
അതോടൊപ്പം തന്നെ റെയിൽവേ ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ ഇവിടെ ഉണ്ട്. മന്ത്രിമാരടക്കം മന്ത്രി ആന്റണി രാജു, മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ളവർ ഇവിടെയുണ്ട്. പക്ഷേ അതിനിടയിലും മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ളവർ പ്രതികരിക്കുന്ന ഒരു കാര്യം, പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങൾക്ക് രാഷ്ട്രീയപരമായി തന്നെ മറുപടി നൽകുകയാണ്. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ പറയേണ്ട കാര്യങ്ങൾ, അതായത് എത്രയും വേഗം ഈ രക്ഷാപ്രവർത്തനം പൂർത്തീകരിക്കുക, ജോയിയെ കണ്ടെത്തുക എന്നുള്ള ഒരു മനസ്സോടു കൂടിയാണ് എല്ലാവരും. ഇവിടെ നിറയെ ജനങ്ങൾ അടക്കം കൂടിയിട്ടുണ്ട്. കാരണം ഒരു മനുഷ്യൻ ഇതിനകത്ത് പെട്ടിട്ട് എത്രത്തോളം മണിക്കൂറുകൾ പിന്നിട്ടു, 31 മണിക്കൂർ പിന്നിടുക എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമല്ല. ഏതായാലും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. അങ്ങേയറ്റം ദുഷ്കരമായ രക്ഷാപ്രവർത്തനം തന്നെയാണ് തുടരുന്നത്. ജോയിയെ കാണാതായിട്ട് 32 മണിക്കൂറുകളാണ് പിന്നിടുന്നത്. 7:30യോടുകൂടി കൊച്ചിയിൽ നിന്നും നാവിക സേനാ അംഗങ്ങൾ എത്തും. തുടർന്നും രക്ഷാപ്രവർത്തനത്തിനുള്ള ദൗത്യങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.